ഡൊണാൾഡ് ട്രംപിനെ തള്ളി അവസാനം പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി ഉണ്ടല്ലോ ഇഷാഖ് ദർ, അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം ഇറങ്ങിയിരുന്നു. കഴിഞ്ഞ ദിവസമല്ല, ഒരു 3 ആഴ്ചകൾക്ക് മുമ്പ് അദ്ദേഹം പാക് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു ഇതേ കാര്യം തന്നെ. ഇതിപ്പോ കുറച്ചുകൂടി സ്ഥിരീകരണം ഉണ്ടായിരിക്കുകയാണ്. എന്നിട്ടും വിശ്വാസമാകാത്ത കുറെ ആളുകളുണ്ട്. അവരോടാണ് ഈ വാർത്ത. അതായത് അൽ ജസീറയെ പറ്റി നിങ്ങൾ അറിയില്ലേ? ഖത്തറിലെ ദോഹ ആസ്ഥാനമാക്കി അറബ് രാജ്യങ്ങളിലെ കൃത്യമായ വാർത്തകൾ കൈകാര്യം ചെയ്യുന്ന ഒരു മാധ്യമ സ്ഥാപനമാണ്. ആ ഒരു മാധ്യമ സ്ഥാപനത്തിന് കൊടുത്ത ഇന്റർവ്യൂവിൽ പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദറിന്റെ വാക്കുകളാണ് ഇപ്പോൾ പ്രസക്തമാക്കിയിരിക്കുന്നതും ആഗോള മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നതും ട്രംപിന്റെ അവകാശവാദങ്ങൾ പൊളിച്ചിരിക്കുന്നതും അമേരിക്കയെ പാകിസ്ഥാൻ തള്ളി എന്നുള്ളതും. സംഭവം മറ്റൊന്നുമല്ല, നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ഒരു 31 തവണ അവകാശവാദം ഉന്നയിച്ചിരുന്നു. പക്ഷെ അതൊക്കെ തെറ്റാണെന്ന് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ പാർലമെന്റിൽ തന്നെ പറഞ്ഞിരുന്നു. എന്നിട്ടും വിശ്വസിക്കാത്ത കുറെ എണ്ണമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ യൂറോപ്യൻ മാധ്യമങ്ങൾ. പിന്നീട് 24 മണിക്കൂറും ട്രംപിന് ജയ് വിളിക്കുന്ന ട്രംപിന്റെ മാത്രം അനുയായികൾ. അവർ ട്രംപ് എന്തു പറഞ്ഞാലും ശരിയെന്ന് പറയുന്നു. സംഭവം മറ്റൊന്നുമല്ല, ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റിൽ, അതായത് ഓപ്പറേഷൻ സിന്ദൂറിൽ വെടിനിർത്തലിനായി മറ്റൊരു രാജ്യം ഇടപെട്ടിരുന്നു എന്നൊരു കാര്യത്തിൽ കൃത്യമായ വ്യക്തതയുണ്ടാക്കിയിരിക്കുകയാണ് പാക് വിദേശകാര്യമന്ത്രി. ഇന്ത്യ പലകുറി ആവർത്തിച്ചു പറഞ്ഞിട്ടും പല വിദേശ മാധ്യമങ്ങളും ചില വിദേശ മാധ്യമങ്ങൾ മുഖവിലക്കെടുക്കാൻ തയ്യാറായിരുന്നില്ല. പാകിസ്ഥാന്റെ നിരന്തരമായുള്ള അഭ്യർത്ഥന പ്രകാരമാണ് ഇന്ത്യ സമ്മതിച്ചതെന്നും മൂന്നാമതൊരു കക്ഷി ഇതിൽ ഇടപെട്ടിട്ടില്ലെന്നും ഇപ്പോൾ സ്ഥിരീകരണം ഉണ്ടായിരിക്കുകയാണ്. പാക് വിദേശകാര്യമന്ത്രി ഇഷാഖ് ദർ കഴിഞ്ഞ ദിവസം അൽ ജസീറയ്ക്ക് ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നു. ആ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. ഇന്റർവ്യൂവർ ചോദിക്കുന്നു, അതായത് ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റിൽ, അതായത് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയുടെ തിരിച്ചടിയായ ഓപ്പറേഷൻ സിന്ദൂറിൽ സീസ് ഫയർ ലഭിക്കുവാൻ അതായത് അമേരിക്കയോ മറ്റേതെങ്കിലും രാജ്യങ്ങളോ ഇടപെട്ടിരുന്നു എന്ന് പാക് വിദേശകാര്യമന്ത്രി കൃത്യമായി പറയുന്നു. അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ തന്നെ ബന്ധപ്പെട്ടിരുന്നെന്നും എന്നാൽ ഇന്ത്യയുമായി നേരിട്ട് സംസാരിക്കാൻ പോവുകയാണെന്നും ഇന്ത്യ അമേരിക്കയുടെയോ മറ്റൊരു 3ാം രാജ്യത്തിന്റെയോ ഇടപെടൽ ഇതിനകത്ത് അനുവദിച്ചില്ല, ഇന്ത്യ അനുവദിക്കില്ല. ഇത് തീർച്ചയായും ഇന്ത്യ പാകിസ്ഥാനും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചയാണ്. അതിൽ മറ്റൊരു രാജ്യവും ഇടപെടണ്ട. വേണമെങ്കിൽ നമ്മൾക്ക് രണ്ടുപേർക്കും കൂടി ചർച്ച ചെയ്ത് ഞങ്ങളുടെ നിബന്ധനയൊക്കെ അനുസരിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ വെടിനിർത്തലിനെ കുറിച്ച് ചിന്തിക്കാം. അങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു ഉടമ്പടി നിലവിൽ വന്നത്. അൽ ജസീറയ്ക്ക് കൊടുത്ത ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുകയുണ്ടായി. ഈ കാര്യം പ്രത്യേകിച്ച് പറയാൻ കാര്യം എന്താണെന്നറിയാമോ? ഒരു 3 ആഴ്ച മുമ്പ് പാക് മാധ്യമങ്ങളോട് ഇഷാഖ് ദർ ഇതേ വർത്തമാനം തന്നെ പറഞ്ഞിരുന്നു. എന്നിട്ടും വിശ്വസിക്കാത്ത കുറെ പാശ്ചാത്യ മാധ്യമ കൂട്ടങ്ങളുണ്ട്. ഇപ്പോൾ പാകിസ്ഥാൻ തന്നെ കൃത്യമായി പറയുകയാണ്. ഇന്ത്യ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം കൃത്യമായി പറഞ്ഞു, ഒരു 3ാം കക്ഷി ഇതിനകത്ത് ഇടപെട്ടിട്ടില്ല, അമേരിക്ക പ്രത്യേകിച്ചും ഇടപെട്ടിട്ടില്ല. ട്രംപ് 31 തവണയാണ് ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റിൽ താൻ ഇടപെട്ടാണ് വെടിനിർത്തൽ സാധ്യമാക്കിയത് എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഇന്ത്യ ഒരിക്കലും അംഗീകരിച്ചു കൊടുത്തിരുന്നില്ല. അതിന്റെ ഒരു പ്രതികാര നടപടിയും കൂടിയാണ് ഇന്ത്യക്കെതിരെ താരിഫ് നടപടി കൂടുതൽ ശക്തമാക്കിയതെന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ഇത് കേട്ടാത്തവർ കേട്ടോ. അൽ ജസീറയ്ക്ക് കൊടുത്ത ഒരു അഭിമുഖത്തിൽ പാക് വിദേശകാര്യമന്ത്രി ഇഷാഖ് ദർ പറയുകയാണ്, ഇന്ത്യയുമായുള്ള വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുവാൻ അമേരിക്ക ഒരിക്കലും ബന്ധപ്പെട്ടിട്ടില്ല. ഒരു മൂന്നാമതൊരു കക്ഷി, അതായത് മൂന്നാമതൊരു രാജ്യം ഇതിൽ ബന്ധപ്പെടുവാൻ ഇന്ത്യ സമ്മതിച്ചില്ല. ഇന്ത്യ പാകിസ്ഥാൻ ഉഭയകക്ഷി ചർച്ചയിലൂടെ മാത്രം വേണമെങ്കിൽ ഇത് ആവശ്യം പരിഗണിക്കാം എന്നാണ് ഇന്ത്യ പറഞ്ഞത്. മൂന്നാമതൊരു കക്ഷി ഇടപെടാൻ ഇന്ത്യ സമ്മതിച്ചില്ല എന്ന് തന്നെ കൃത്യമായിട്ടും അദ്ദേഹം ഇങ്ങനെ തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്നറിയിച്ചിരിക്കുന്നു. അതായത് ഈ വാർത്ത നിങ്ങളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നാൻ കാര്യം ഇത് അറിയാത്തവരിലേക്ക് എത്തട്ടെ എന്ന് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ദയവായി പരിഗണിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.